നമസ്കാരം. അമ്മ എന്ന സ്ത്രീ. പല മക്കളും അങ്ങനെയായിരിക്കുമല്ലേ വിളിക്കുക. എൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഞാൻ കേട്ടിട്ടുണ്ട് പല കുട്ടികളും പറയുന്നത്, ഓ മൈ മദർ, ഷീ ഈസ് നോട്ട് സോ ഗുഡ്, ഷീ ഈസ് ഓൾവേസ് ഡിസ്റ്റർബിങ് മീ, വൈ യു ആർ യൂസിങ് ദിസ് മൊബൈൽ, വൈ യു ആർ ഓൾവേസ് ഇൻ ദ സോഷ്യൽ മീഡിയ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് എന്നെ എപ്പോഴും ശല്യപ്പെടുത്തും ആ സ്ത്രീ. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ 20 മുതൽ 35 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന ഒരാളാണ്. കൂടാതെ ഒരു ഹോമിയോപ്പതിക് ഡോക്ടർ കൂടെയാണല്ലോ. മാത്രത്തിൽ ഞാൻ പല മീറ്റിങ്സിലൊക്കെ പങ്കെടുക്കുമ്പോഴും കുട്ടികളെ കൗൺസിലിംഗ് സെക്ഷനിലൊക്കെ വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ പറയുക, ഒന്നിനും സമ്മതിക്കില്ല, എല്ലാത്തിനും സംശയമാണ്. ഞാൻ മുറിയടച്ചിരുന്നാൽ ഉടനെ വന്ന് കൊട്ടി വിളിക്കും. എന്താണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിത്വമില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കണ്ടേ? ഞങ്ങളുടെ പേഴ്സണാലിറ്റിയെ ചോദ്യം ചെയ്യുന്നതല്ലേ ഇതൊക്കെ? ഇത് സ്ഥിരം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്താ മക്കളെ, എന്നാണ് നിങ്ങൾ വലുതായത്? എന്നാ നിങ്ങൾക്കിതൊക്കെ കിട്ടിയത്? ഈ മൊബൈൽ ആരാ വാങ്ങിത്തന്നത്? നിങ്ങളുടെ പഠന ആവശ്യത്തിനായിരിക്കും അല്ലേ? ഇല്ലാതെ അർദ്ധരാത്രി 1 മണി വരെ, 2 മണി വരെ, 3 മണി വരെ ഈ മൊബൈലിൽ മാന്തിക്കൊണ്ടിരിക്കാനാണോ? എന്താ നിങ്ങൾ ചെയ്യുന്നത് കഥകളച്ചിട്ട് ഈ മൊബൈലിൽ മാന്തിക്കൊണ്ട്? ഇതൊക്കെ അറിയാൻ നിങ്ങളുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും അതിന് അവകാശമില്ലേ? അവർക്ക് നിങ്ങളെ പ്രസവിച്ച് ഊട്ടി വളർത്തി വലുതാക്കാമെങ്കിൽ നിങ്ങൾ ഈ പ്രായത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കിയുടെ കാര്യമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ മാരീഡല്ല, നിങ്ങൾ 20 വയസ്സ് പോലും ആയിട്ടില്ല, നിങ്ങൾ കോളേജിൽ പോവുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ സന്ധ്യാസമയത്തൊക്കെയുള്ള പോക്ക്? 6 മണിക്ക് മുൻപേ വീട്ടിൽ കയറണ്ടേ? ഞങ്ങളുടെയൊക്കെ കാലത്ത് അങ്ങനെയായിരുന്നു. ഇല്ലെങ്കിൽ അതിനനുസരിച്ച കാര്യം ഞങ്ങൾ പറയുമായിരുന്നു. എന്താണ് കാരണം അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ പോവുകയുള്ളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല അല്ലേ? ആര് തോന്നുന്നു ഈ തള്ള വൈബും തന്ത വൈബിനെയൊക്കെ ആര് വകവയ്ക്കുന്നു? പുതിയ ആൽഫ കിഡ്സ് കൊള്ളാം. ഇപ്പോഴത്തെ ജെൻസിൻ്റെ സ്വഭാവമൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. ആരെയും വകവയ്ക്കണ്ട. പോകുന്ന പോക്ക് കണ്ടാലോ റോഡിൽ കൂടെ, ആംബുലൻസിന് പോലും ഇത്ര സ്പീഡില്ല. നിങ്ങൾ വീട്ടിൽ കാത്തിരിക്കുന്ന ഒരമ്മയുണ്ട് കേട്ടോ, ഒരച്ഛനുണ്ട്, നിങ്ങളുടെ സഹോദരങ്ങളുണ്ടാവും, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലവറുണ്ടാവും. അവരെ കോർത്തിട്ടാണോ ഈ പോക്ക് പോകുന്നത്? തോന്നുന്നത് പോലെയുള്ള സ്പീഡിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമം കാണില്ല. ചിലപ്പോൾ നിങ്ങൾ അബോധാവസ്ഥയിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ പോവാം. പക്ഷേ നിങ്ങളുടെ അമ്മ 9 മാസം വയറിൽ ചുമന്ന് എല്ലാ കഷ്ടപ്പാടുകളും അനുഭവിച്ച് നിങ്ങളെ പ്രസവിച്ച് വളർത്തിയ അമ്മ, അവരുടെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. അവരുടെ യൗവനത്തിൽ അവർ സുഖങ്ങൾ അനുഭവിച്ച് കാണില്ല. അത് നിങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ചിട്ടുണ്ടാവും പലതും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പിതാവും. ചിലപ്പോൾ അപ്പൂപ്പനോ അമ്മുമ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരും അങ്ങനെയായിരിക്കും. നിങ്ങളെ വേണ്ട വിധത്തിൽ നിങ്ങളെ ഒരു കാക്കു കൊത്തരുതേ, അല്ലെങ്കിൽ ഉറുമ്പരിക്കരുത്, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലേ? ഇപ്പം തന്ത വൈബും തള്ള വൈബും ഒക്കെ ആയി. എത്ര പെൺകുട്ടികളാണ് 20 വയസ്സിന് മുമ്പേ 1ഉം 2ഉം അബോർഷന് വിധേയരാകുന്നത്? ചില സെൻറ്ററുകളിലൊക്കെ, പ്രധാന നഗരങ്ങളിലൊക്കെ ചെന്നാൽ മതി, ഗൈനക്കോളജിസ്റ്റുകളുണ്ട്. ബിസിനസ് പോലെ അബോർഷൻ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചോദിക്കുക പോലും ഇല്ല നിങ്ങളുടെ അഡ്രസ്സും നിങ്ങളുടെ ആരാണ് കൂടെ വന്നിരിക്കുന്നതെന്നും. നിങ്ങളുടെ സെക്ഷൽ പാർട്ട്ണറായിരിക്കും കൂടെ വരുന്നത്. എനിക്ക് അങ്ങനെ പറയാൻ തോന്നുള്ളൂ, സെക്ഷൽ പാർട്ട്ണർ, ഇല്ലാതെ നിങ്ങളുടെ ജീവിത പങ്കാളിയല്ല അയാൾ. ഈ പ്രായത്തിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അബോർഷനൊക്കെ ആവുകയും ആവശ്യമില്ലാതെ നിങ്ങളുടെ ശരീരം വെറുതെ ഇങ്ങനെ മോശമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം എത്രത്തോളം നിലനിർത്താൻ നിങ്ങൾക്ക് പറ്റും? അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? പിന്നെ ഇനി അതില്ലാന്നിരിക്കട്ടെ, ഫിസിക്കലായിട്ട് നിങ്ങൾക്ക് റിലേഷനില്ല, നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ എത്ര പിക്ചേഴ്സ് അവൻ്റെ കൂട്ടുകാർക്ക് പങ്കിട്ടിട്ടുണ്ടാവും? ഈ കാണുന്നതൊക്കെ വെറും ഒരു മായാലോകമല്ലേ? ഈ തിളങ്ങുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അമ്മമാരും അച്ഛനും ഒക്കെ. എന്താ കുട്ടികളെ ഇങ്ങനെ ആകാൻ? ആദ്യം നിങ്ങളുടെ അച്ഛനമ്മമാരെ ഓർക്കുക. അവർ ചെയ്ത കഷ്ടപ്പാടുകൾ, അവരെങ്ങനെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെ വളർത്തിയെടുത്തതെന്ന് ഓർക്കുക. എന്നിട്ടാവാം നമുക്ക് MDMA അതുപോലെ തന്നെ നൈറ്റ് പാർട്ടികളും
DJ പാർട്ടികളും അതുപോലെ തന്നെ കൂട്ടുകാർ കൂടിയിരുന്ന് കള്ളു കുടിക്കുന്നതും ഒക്കെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നിങ്ങളുടെ ലിവർ ഇല്ലാതാവുമ്പോൾ കരയുന്നതാരാ? നിങ്ങളുടെ കൂടെ ഒരു ദിവസം റൂമിൽ ഉറങ്ങിയ ഒരു സെക്ഷൽ പാർട്ട്ണർ ആയിരിക്കുമോ? അല്ല, നിങ്ങളുടെ അമ്മയായിരിക്കും, നിങ്ങളുടെ അച്ഛനായിരിക്കും. കരൾ പകുത്തു തരുന്നതും ചിലപ്പോൾ നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങളായിരിക്കും. ഇല്ലാതെ നിങ്ങളുടെ സെക്ഷൽ പാർട്ട്ണർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് കുറച്ചൊക്കെ അടങ്ങി. നിങ്ങൾ പറയും, തള്ളേ മിണ്ടാതിരുന്ന അമ്മച്ചി, മിണ്ടായിരുന്നേ. അതല്ല, നിങ്ങൾ കുറച്ചൊക്കെ കൂടി ചിന്തിക്കുക. നിങ്ങൾക്ക് ഒരു 14-15 വയസ്സ് മുതൽ കുട്ടികൾ എന്നുള്ള രീതി നിന്നും നിങ്ങൾ പ്യൂബർട്ടി എത്തുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ചിന്തിക്കാനുണ്ട്. കാരണം നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഒരു ദിവസം കുഞ്ഞുങ്ങളെ നിങ്ങൾ വീട്ടിലൊന്നും ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ അമ്മ എന്തെല്ലാം ചെയ്യുന്നു, നിങ്ങളുടെ അച്ഛൻ എത്രയധികം കഷ്ടപ്പെടുന്നു. ചിലപ്പോൾ 20-30 വർഷം നിങ്ങളുടെ അച്ഛൻ ഏതെങ്കിലും മണൽക്കാട്ടിൽ ഗൾഫ് കൺട്രിയിൽ ഏതെങ്കിലും ചെന്ന് പണിയെടുക്കുകയായിരിക്കും. അദ്ദേഹത്തിന് ആഗ്രഹം കാണില്ലേ വീട്ടിലെല്ലാവരുടെയും കൂടെ നിൽക്കാൻ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നല്ല നല്ല വസ്ത്രങ്ങൾ കിട്ടുന്നു, നിങ്ങൾ പറയുന്ന മൊബൈൽ കിട്ടുന്നു, ഐഫോൺ കിട്ടുന്നു, നിങ്ങൾ പറയുന്നത് പോലെ ബൈക്കും കാറും ഒക്കെ കിട്ടുന്നു. എല്ലാ ലക്ഷറിയും കിട്ടിക്കഴിയുമ്പോൾ തന്ത വൈബും തള്ള വൈബും കൊള്ളില്ല, നിങ്ങളുടെ വൈബ് മാത്രമേ കൊള്ളുകയുള്ളൂ. അതിൻ്റെ അനുഭവങ്ങളല്ലേ നിങ്ങൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മാറാത്ത ഡിപ്രഷനിലേക്ക് നിങ്ങൾ വീണാൽ നിങ്ങൾ സൈക്കാട്രിക് മെഡിസിൻസിന് അടിമയാകില്ലേ? ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ സെക്ഷൽ പാർട്ട്ണർ ആസിഡ് ഒഴിച്ചാലോ? അതാണോ പെണ്ണോ ആവട്ടെ, ഇങ്ങനെ ഇരിക്കും നിങ്ങളുടെ മുഖം. പിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? അബോർഷൻ ചെയ്ത് അവസാനം നിങ്ങളൊരു ക്യാൻസറൊക്കെ വരികയാണെങ്കിൽ